നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? പണ്ടൊക്കെ നമ്മുടെ പെന്തക്കോസ്ത് പാസ്റ്റർമാരും അല്പം തീക്ഷ്ണതയുള്ള വിശ്വാസികളുമൊക്കെ മിക്കവാറും ആരെ കണ്ടാലും ചോദിക്കുന്നൊരു ചോദ്യമാണിത്: നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ഇപ്പോൾ പിന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലെന്ന് വേണേൽ പറയാം. ഇപ്പം അങ്ങനെ കേൾക്കാറില്ല. തീക്ഷ്ണത കുറഞ്ഞതുകൊണ്ടാണോ അതോ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? അല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടതാണോ? ഇത് ചോദിക്കാനൊരു കാരണമുണ്ട്. കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നൊരു ഭാഗം കിടപ്പുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യേശുവോ അവരെ അടുക്കൽ വിളിച്ച് ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദാസൻ ആകണം. ഇത് കർത്താവായ യേശുക്രിസ്തു ആരോടാ പറഞ്ഞെന്നറിയണ്ടേ? നമ്മുടെ ഈ പാസ്റ്റർമാർ പറയുന്ന ഭാഷയനുസരിച്ച് ആദ്യത്തെ പാസ്റ്റർമാരായിരിക്കുന്നവരോട് തന്നെയാണ് യേശുക്രിസ്തു കാര്യം പറഞ്ഞത്. അതായത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് തന്നെ, 12 ശിഷ്യന്മാർ. രംഗം നിങ്ങൾക്കറിയാമോ? അവിടെ കർത്താവ് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: യേശു അവരെ അടുക്കൽ വിളിച്ച് ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു. അല്ലെന്നറിയണ്ടേ? യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, യേശുവിൻ്റെ 12 ശിഷ്യന്മാരായിരുന്നു. അതിൽ 2 പേര് സെബദിയുടെ മക്കളെന്നറിയപ്പെടുന്ന, സെബദി പുത്രന്മാരെന്നറിയപ്പെടുന്ന 2 പേരുണ്ട്. ഒരിക്കൽ ഈ ശിഷ്യന്മാരുടെ അമ്മ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറയും: എൻ്റെ മക്കളിൽ ഒരാളെ നിൻ്റെ ഇടതുവശത്തും ഒരാളെ നിൻ്റെ വലതുവശത്തും ഒന്ന് ഇരുത്തണം. വളരെ നല്ല ആഗ്രഹമല്ലേ? കൂട്ടത്തിൽ ഏറ്റവും 1-ാം സ്ഥാനത്ത് എൻ്റെ മക്കൾ കാണണം എന്ന് ഒരമ്മ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അങ്ങനെ ഒരു റിക്വസ്റ്റ് അമ്മ വന്ന് യേശുവിനോട് നടത്തി. അമ്മ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പല അമ്മമാരും പ്രാർത്ഥിക്കുന്ന പോലെ, പള്ളിക്കൂടത്തിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മുടെ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ പലരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായത്: എൻ്റെ മക്കൾ എപ്പോഴും ഒന്നാമത് നിൽക്കണം. ഈ പാവം പിടിച്ച അമ്മയും അങ്ങനെ ആഗ്രഹിച്ചുള്ളൂ. അപ്പോൾ യേശു പറയുക: അതെ, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങളുടെ മക്കൾ കുടിക്കുമെന്ന് ചോദിച്ചു. അതൊക്കെ കുടിച്ചോളും. ഓക്കെ, ആ പാനപാത്രം അവർ കുടിച്ചെന്ന് പറഞ്ഞാലും ശരി, എൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഒക്കെ ആരാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, എൻ്റെ പിതാവാണ്. അപ്പോൾ ഇതിങ്ങനെ യേശു പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ 2 പേരൊഴിച്ചുള്ള ബാക്കി 10 ശിഷ്യന്മാർക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് സൂക്ഷിച്ചിട്ടില്ല. അവർ മാറിയിരുന്ന് പുറകെടുക്കാൻ തുടങ്ങി. അതെന്നാ ഒരു വല്ലാത്തൊരാഗ്രഹം, ഞങ്ങളെക്കാട്ടിലൊക്കെ മുന്നേ അല്ലേ, ഒരു അസൂയ ഇവർക്ക് പതിയെ കയറി. അപ്പോൾ യേശു വന്നിട്ട് ബാക്കി 10 പേരോട് പറയുകയാണ്: അതെ, ആ 2 പേരിൽ എൻ്റെ ശിഷ്യന്മാരാ, എൻ്റെ കൂടെ നടക്കുന്നവരാ, നിങ്ങളെപ്പോലുള്ള അപ്പസ്തോലന്മാർ തന്നെയാണ്, കർത്താവിൻ്റെ അപ്പസ്തോലന്മാർ തന്നെയാണ്. അവരിൽ കർത്തൃത്വം നടത്തുന്നത് ജാതികളുടെ മഹത്തുക്കളാണ്. ഞാൻ എന്തിനാ ഈ ഭാഗം ഓർപ്പിച്ചെന്നറിയാമോ? ഈ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ഇവർ പലപ്പോഴും ചോദിക്കുമ്പോൾ, എന്താ സാർ ഈ രക്ഷിക്കപ്പെടുക, എങ്ങനെയാണ് ഈ രക്ഷിക്കപ്പെടുക എന്നൊക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ അവിടുത്തെ പാസ്റ്റർമാർ പറയും: അതെ, യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വാഗൊണ്ട് നീ ഏറ്റു പറഞ്ഞാണോ? നമ്മളിപ്പം പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്തുകാർ പറയുന്ന പോലെ നമ്മളിനി അന്യഭാഷയും പറയാൻ തുടങ്ങി, എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ വാഗൊണ്ട് യേശു എൻ്റെ കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതായിട്ട് അവർ അംഗീകരിക്കത്തില്ല. അതിന് കാരണം അവരെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല. കാരണം റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ ഒരു വാക്യമാണ്. റോമാലേഖനത്തിലെ ഒരു വാക്യം വെച്ചിട്ടാണ്, 10-ാം അധ്യായത്തിലെ ഒരു വാക്യം വെച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത്. റോമർ ലേഖനം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ 10-9 ഇങ്ങനെ പറയുന്നത്: യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അതായത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും വേണം. എന്തു പറയണം? യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയണം. എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് ഇനി മുതൽ യേശുവാണ്. അതായത് ജീവിതത്തിൻ്റെ കർത്തൃത്വം യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. യേശു എൻ്റെ കർത്താവ് എന്ന് വാ കൊണ്ട് ഏറ്റു പറയാത്തിടത്തോളം കാലം രക്ഷിക്കപ്പെട്ടവരാണെന്ന് സമ്മതിച്ചു തരാൻ അവർ തയ്യാറല്ല. നല്ല കാര്യം, അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് തന്നെയാണ് രക്ഷിക്കപ്പെടുന്നത്. ഞാനും അത് പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയക്കാരുടെയൊക്കെ അംഗത്വം, മെമ്പർഷിപ്പ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ നീട്ടി ചിലർ പ്രതിജ്ഞയൊക്കെ ചെയ്യാറില്ലേ? ഇന്നു മുതൽ ഞാൻ ഇന്ന പാർട്ടിയെ സ്വീകരിക്കുന്നു എന്ന് വാഗൊണ്ട് പറയുക. എന്നിട്ട് ആ പാർട്ടിയുടെ ആശയം അനുസരിച്ചാണോ പോകുന്നത്? അതൊന്നും ഒരു വിഷയമല്ല. ഇതൊന്ന് പറഞ്ഞാൽ മതി അംഗത്വം കൊടുക്കുന്ന ചില രാഷ്ട്രീയ സംഘടനകളൊക്കെ ഉണ്ട്, ചില സംഘടനകളും ഉണ്ട് കേട്ടോ. വാഗൊണ്ടെന്ന് പറഞ്ഞാൽ മതി. ഏതാണ്ട് അങ്ങനെ ഒരു പറച്ചിൽ, ഈ യേശുവിനെ എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാകാൻ പോവുക എന്ന് പറയുന്ന ഒരു ഏകദേശം അതാണ് ഈ കാര്യം എന്നുള്ള ധാരണയിലാണ് പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് മത്തായിയുടെ സുവിശേഷം
20-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഈ വാക്കിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ 2 ശിഷ്യന്മാരുടെ അമ്മ വന്ന് പറയുക, ഒരാളെ ഇടത്തും ഒരാളെ വലത്തും ഇരുത്തണമെന്ന്. അപ്പോൾ യേശു പറയുന്നു, അവരിൽ കർത്തൃത്വം നടത്തുന്നത് ഞാനല്ല. മനസ്സിലായോ? അവരിൽ കർത്തൃത്വം നടത്തുന്നത്. ഞാൻ ചോദിക്കുന്നത്, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന സഹോദര സഹോദരി, നമ്മളിൽ കർത്തൃത്വം നടത്തുന്നത് യേശുക്രിസ്തു അല്ല എങ്കിൽ വാ കൊണ്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? വാ കൊണ്ട് പറയുക എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വേണം വാ കൊണ്ട് ഏറ്റു പറയാൻ. വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ അതൊരു തീരുമാനമായിരിക്കണം. എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് ജാതികളുടെ മഹത്തുക്കളല്ല എന്ന് ഞാൻ ഓരോ നിമിഷവും ഉറപ്പ് വരുത്തണം. അപ്പോൾ മാത്രമേ ഞാൻ രക്ഷിക്കപ്പെട്ടവനാകുന്നുള്ളൂ. അവിടെ യേശു പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളിൽ അങ്ങനെ അരുത്. അവരിൽ കർത്തൃത്വം നടത്തുന്നത് ജാതികളുടെ അധിപന്മാരാണ് അവരിൽ. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കർത്തൃത്വം നടത്തുന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ ആ ആളിൻ്റെ ആഗ്രഹവും മോഹവും പ്രാർത്ഥനയും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു വ്യക്തിയുടെ ഉള്ളിൽ കർത്തൃത്വം നടത്തുന്ന ആരാണ്, ആ വ്യക്തിയുടെ താല്പര്യമാണ്. കർത്താവ് തന്നെ പറഞ്ഞ വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. അപ്പം ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവൻ്റെ പ്രാർത്ഥന, അവൻ്റെ ആഗ്രഹം, അവൻ്റെ ചലനങ്ങൾ, ഇടപെടലുകൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവനിൽ കർത്തൃത്വം നടത്തുന്നത് യേശുക്രിസ്തു തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ജാതികളുടെ അധിപന്മാർ കർത്തൃത്വം നടത്തുന്നു എന്ന് യേശു ഇവരെക്കുറിച്ച് പറഞ്ഞത് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടില്ല. ആകെ വെളിപ്പെട്ടത് ഇവരുടെ ഉള്ളിലൊരു ആഗ്രഹം. എന്താണ് ആഗ്രഹം? യേശുവിനോട് തന്നെ മറ്റുള്ളവരെക്കാൾ ഏറ്റവും അടുത്ത് 1-ാം സ്ഥാനത്ത് ഞാനായിരിക്കണം ഏറ്റവും അടുത്തിരിക്കുക എന്ന് പറയുന്ന ആ ഒരു മോഹം. വേറെ എങ്ങും അല്ല കേട്ടോ, ദോഷമായ ഒന്നും ആഗ്രഹിച്ചില്ല. യേശുവിനോട് തന്നെ പറ്റി ഏറ്റവും ചേർന്നിരിക്കണമെന്ന് പറയുന്ന ആ ഒരു മോഹം പോലും, ഞാൻ ഒന്നുകൂടി പറയുന്നു, ക്രിസ്തുവിനോട് പോലും പറ്റി മറ്റുള്ളവരെക്കാൾ അധികമായി പറ്റി ഇരിക്കണമെന്ന് പറയുന്ന ആ ഒരു താല്പര്യം പോലും ഈ ജാതീയമായ ശക്തികളുടെ താല്പര്യമാണെന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. അവരിൽ കർത്തൃത്വം നടത്തുന്നത് ജാതികളുടെ അധിപന്മാർ. ജാതികളുടെ ടെൻഡൻസി ചെയ്ത് അവർക്കെപ്പോഴും 1-ാം സ്ഥാനം, ഒന്നാമത്, ഏറ്റവും മുന്നിൽ, ആദ്യം എനിക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു മോഹമുണ്ടല്ലോ. ഏറ്റവും വലുത് എനിക്ക്, ഏറ്റവും ശ്രേഷ്ഠമായത് എനിക്ക് കിട്ടണം, ഏറ്റവും നല്ലത് എനിക്ക് കിട്ടണം, എനിക്കായിരിക്കണം എവിടെയും എന്ന് പറയുന്ന ഈ മോഹം, അത് ക്രിസ്തുവിൻ്റെ മനസ്സല്ല എന്ന് എന്നിട്ട് കർത്താവ് പറഞ്ഞു നോക്കി, നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകാനുള്ള ആഗ്രഹം നല്ലത്, പക്ഷെ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങളുടെ ശുശ്രൂഷക്കാരനാണ്. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവർ, യേശുവിൻ്റെ കർത്തൃത്വം ഏൽപ്പിച്ച് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞവർ ഈ സ്വഭാവമുള്ളവരാണോ? മറ്റുള്ളവരുടെ ശുശ്രൂഷകനാകാൻ മനസ്സുള്ളവരാണോ? ആണെങ്കിൽ മാത്രമാണ് അവർ രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇന്നു മുതൽ ഈ ചോദ്യം സഹോദരങ്ങളെ നമ്മളോട് ചോദിക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ? എന്നിട്ട് പെന്തക്കോസ്തുകാരോടും ചോദിക്കണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? അപ്പോൾ അവർ പറയാതെ, ഞങ്ങൾ യേശുവിനെ കർത്താവെന്ന് 94 ഫെബ്രുവരി മാസം 15-ാം തീയതി ഞാൻ വാ കൊണ്ടേറ്റ് പറഞ്ഞെന്നൊക്കെ പറയും. ആയിക്കോട്ടെ, പക്ഷേ നിൻ്റെ ഭാവം, മനസ്സ്, ചിന്തകൾ എന്താണ്? അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രസക്തമായ ഭാഗം അവിടെ 28-ാം വാക്യം. ഞാനാണ് നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നതെങ്കിൽ, അഥവാ യേശുക്രിസ്തുവാണ് നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്നറിയാമോ? മനുഷ്യപുത്രൻ യേശു സ്വയം പറയാം, മനുഷ്യപുത്രൻ ഞാൻ ശുശ്രൂഷ ചെയ്യിക്കാനല്ല വന്ന്. ആരെക്കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കലല്ല എൻ്റെ ജോലി. ശുശ്രൂഷ ചെയ്യാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. എന്നോട് ഞാൻ പറയാം, അവിടെ പറയുകയാണ്, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. അതായത് നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കേണ്ടതെന്നറിയാമോ? മനുഷ്യപുത്രൻ, അതായത് ഞാൻ, മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കാൻ വന്നതുപോലെ തന്നെ നിങ്ങളും ശുശ്രൂഷക്കാരനാണ്. മനുഷ്യപുത്രൻ്റെ പ്രത്യേകത എന്താ? സ്വന്തം ശിഷ്യൻ്റെ കാല് കഴുകുന്ന മനസ്സുള്ളവൻ. അതാണ് യേശുക്രിസ്തു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ മനസ്സുള്ളവൻ, തനിക്കുള്ളത് പങ്കുവയ്ക്കാൻ മനസ്സുള്ളവൻ, തൻ്റെ സ്വരൂപം മറ്റുള്ളവർ കൂടി കൊടുക്കാൻ, തൻ്റെ സ്ഥാനം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ, തൻ്റെ ഇരിപ്പിടത്തിൽ മറ്റുള്ളവരെ കുടിയിരുത്തുവാൻ, തനിക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിട്ട് കൊടുക്കുവാൻ മനസ്സുള്ളവനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ് നീ നിൻ്റെ ജീവിതം, ആ യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അഥവാ നിൻ്റെ കർത്തൃത്വം ആ യേശുക്രിസ്തു നടത്തേണ്ടതിനായിട്ട് നീ ആ യേശുക്രിസ്തുവിനോട്, യേശുവേ അങ്ങ് എൻ്റെ മേൽ കർത്തൃത്വം നടത്തണമേ, അവിടുന്നാണ് എൻ്റെ കർത്താവ്, അവിടുന്നാണ് എന്നിൽ കർത്തൃത്വം നടത്തുന്നത് എന്ന് നീ വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, നിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഈ സ്ഥിതി ഉണ്ടാകണം എന്നുള്ളതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അതല്ലാതെ എനിക്ക് സ്വാർത്ഥതയാണ്
നിനക്ക് വേണ്ടിയാണ്, നിൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, നിനക്ക് കിട്ടണം, മറ്റാർക്കും കിട്ടിയില്ലെങ്കിലും, ഓരോരുത്തർക്കും അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടിയതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെങ്കിൽ, ഒരാളും രക്ഷപ്പെട്ടില്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെട്ടു ആ അപകടത്തിൽ എന്ന് പറയുന്നിടത്താണ് നീ ആനന്ദം കണ്ടെത്തുന്നതെങ്കിൽ, മറ്റാർക്കും കിട്ടാത്ത വലിയ സൗഭാഗ്യം, എൻ്റെ ദേശത്ത് എൻ്റെ ഇടത്തും വലത്തും ഉള്ളവൻ്റെയൊക്കെ വീട് താഴെ, അവൻ്റെയൊക്കെ വീടിൻ്റെ മേളിലാണ് എൻ്റെ മക്കളുടെ വീട് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയുന്ന മനസ്സാണ് നിനക്കുള്ളതെങ്കിൽ പരിശോധിക്കണം നിന്നിൽ കർത്തൃത്വം നടത്തുന്ന ആരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ വന്നതുപോലെ ഞാനും നിങ്ങളും മറ്റുള്ളവരുടെ ദാസനായി മാറുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്ത് മാത്രമാണ്, മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ മനസ്സ് കാണിക്കുന്നിടത്ത് മാത്രമാണ്, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ മനസ്സ് കാണിക്കുന്നിടത്ത് മാത്രമാണ് എന്നിലും നിങ്ങളും യേശു ക്രിസ്തു കർത്തൃത്വം നടത്തുന്നു എന്നുറപ്പിക്കാൻ കഴിയുള്ളൂ. ശരിക്കും നമ്മൾ ആത്മാർത്ഥമായി ആ ഒരു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ ഒരു ശിഷ്യത്വത്തിലേക്ക് നീങ്ങുവാൻ മനസ്സോടെ ഏൽപ്പിച്ചു കൊടുത്ത് അവനെപ്പോലെ ആകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നുകൂടി ഞാൻ പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. അത് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് മറ്റുള്ളവരോടും ചോദിക്കാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ്. വിശേഷിച്ച് പെന്തക്കോസ്ത് സഹോദരന്മാരോ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.